ചവിട്ടിയല്ലേ? ഈ നാട്ടിലെ പോലീസ് നിയമമൊക്കെ ഉണ്ടല്ലോ. TV തിരിച്ചു വാങ്ങാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ കേട്ടോ. നീ ഒലത്തും. നിന്നേക്കാളൊക്കെ കൂടുതൽ പോലീസ് സ്റ്റേഷൻ കണ്ടവനാണ് ഈ ദാസപ്പൻ. ഇനി മുറ്റത്ത് കയറിയ പിച്ചാത്തിക്ക് കുത്തി കയറുന്നതിന് കാണിക്കാ വാ. കോണിലെ പിച്ചാത്തി പിടി ദാസപ്പല്ലേ, അവൻ തള്ളിയിട്ടതാ, ഞാൻ കണ്ടതാ. കോവിലിൽ പൂജാരി കള്ളന്റെ ഓമനെ വെള്ളം ചൂടാക്കി എടുത്തോ. അതെടുത്ത് അവന്റെ അണ്ണാക്കിലേക്ക് കുറച്ച് സ്ഥലം വരെ പോളോ. ആരാ? ചേട്ടനെ കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് പരസ്പരം കാണാം. നമ്മൾ ചത്തതല്ലേ. നീ ഇപ്പൊ എന്തിനാ ഈ പിച്ചാത്തി തണ്ടിയെ തല്ലാൻ നോക്കിയത്? അപ്പൊ അപ്പനെ തല്ലിയതാണ് നിന്റെ വിഷയം. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുക, തല്ലാൻ പോയിട്ട് നമുക്കൊന്ന് തൊടാൻ പോലും പറ്റില്ല. നമ്മളൊക്കെ ആത്മാക്കളല്ലേ. എത്ര ദിവസമായി എന്ത് മരിച്ചിട്ട്? ഇന്നലെ. ഇന്നലെ? അപ്പം നിനക്ക് ഇനിയും സമയമുണ്ട്. എനിക്ക് നാളെ കൂടെ ആകുമ്പോൾ 7 ദിവസമാകും. എൻ്റെ തങ്കമണിയുടെ മോളുടെയും കാര്യം ആലോചിക്കുമ്പോഴാണ്. എന്താ 7 കണക്ക്? അതറിയില്ലേ? ഇല്ല. പണ്ട് കാരണവന്മാരൊക്കെ പറയാറില്ലേ, മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് 7 ദിവസം ഭൂമിയിലുണ്ടാവുമെന്ന്. അത് സത്യം. 7 ദിവസം കഴിഞ്ഞാലോ? 7 ദിവസം കഴിഞ്ഞ് ഇവിടം വിട്ടു പോകേണ്ടി വരും. എവിടേക്ക്? അതൊന്നും എനിക്കറിയില്ല. എന്നോടൊരു കളവൻ പറഞ്ഞ, അയാളും പോയി കാണും. എൻ്റെ 7 ദിവസത്തിൽ 6 ദിവസവും ഈ കാലം പിച്ചാത്തി തണ്ടിയുടെ പുറകെയായിരുന്നു. എന്തിന്? ഈ മനപ്രയാസം കൊണ്ട് കള്ളു കുടിച്ച് കൂത്താടി നടന്നിരുന്ന എനിക്ക് രക്ഷപ്പെടാനെന്ന് വണ്ണം ഒരു ലോട്ടറി അടിച്ചു. അപ്പം തന്നെ സത്യം പറഞ്ഞ ദൈവത്തിൽ വിശ്വസിച്ച് ഞാൻ കള്ളുകൂടി നിർത്തി. പുതിയൊരു മനുഷ്യനായിട്ട് എൻ്റെ തങ്കമണിക്കും മോൾക്കും നല്ലൊരു ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അടിച്ച ടിക്കറ്റ് എടുക്കാനായിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പാടത്തെ പൊട്ടക്കിണറ്റിൽ തലയടിച്ച് വീണ ഞാൻ ചത്തു. ദൈവത്തിൻ്റെ ഒരു കളി. സത്യം പറഞ്ഞാൽ ഞാൻ കുടിയും നിർത്തി എന്നും നന്നാവാൻ തീരുമാനിച്ചു. അന്ന് കാല് തെറ്റി പൊട്ടക്കിണറ്റി വീണ് ചത്തു. ദൈവമേ, അങ്ങ് മഹാനാണ്.